الله الرحمن الرحيم وتأكلون التراث أكلا لما وتحبون المال حبا جما كلا إذا دكت الأرض دكا دكا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وتأكلون التراث أكلا لما وتحبون مالا حبا جما وتحبون المال حبا جما كلا إذا دكت الأرض دكا دكا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وتحبون المال حبا جما كلا إذا دكت الأرض دكا دكا وجاء ربك والملك صفا صفا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وتأكلون التراث أكلا لما تحبون المال حبا جما كلا إذا دكت الأرض دكا دكا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وتأكلون التراث أكلا لما وتحبون المال حبا جما كلا إذا دكت الأرض دكا دكا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وتأكلون التراث أكلا لما وتحبون المال حبا جما كلا إذا دكت الأرض دكا دكا. بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وتأكلون التراث أكلا لما وتحبون المال حبا جما كلا إذا دكت الأرض دكا دكا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وتأكلون التراث أكلا لما وتحبون المال حبا جما كلا إذا دكت الأرض دكا دكا. ശ്രദ്ധിക്കാനുള്ളത് വത്തഅ്കുലൂന താ കഴിഞ്ഞിട്ട് ഒരു ഹംസ കാണാം. അയിമൽ എന്താ ഉള്ളത് നോക്കിയാണ്, ഹംസ അല്ലേ. പിന്നെ ഇതുണ്ട് അയിമൽ, എന്ത് റസുലാവുണ്ട് അല്ലേ, അങ്ങനെ തന്നെയല്ലേ ഉള്ളത് ആണ്. അപ്പോൾ ഈ ഹംസ വ്യക്തമായിട്ട് ഉച്ചരിക്കണം. അപ്പം എങ്ങനെ ഓതണം? വ കഴിഞ്ഞിട്ട് വത്തഅ്കുലൂന വത്തഅ്കുലൂന. തഅ്കുലൂന എന്ന് പറയാൻ പാടില്ല, ത എന്ന് തന്നെ പറയണം. അപ്പം വത്തഅ്കുലൂന ലൂ രണ്ട് കതറ് നീട്ടിയാൽ മതി. പിന്നെ അത്തുറാസ എന്നുള്ളതിന് അലിഫിനും ലാമിനും ഉച്ചാരണമല്ല. അലിഫിന് വസിലിൻ്റെ ഹംസയാണ്, ലാമ് പിന്നെ എന്താണ് ശംസിയാണ്. അതുകൊണ്ട് രണ്ടിനും ഉച്ചാരണം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ കഴിഞ്ഞിട്ട് തായിലേക്കൊരു ചാട്ടം. അപ്പോൾ എങ്ങനെ ഓതണം? വത്തഅ്കുലൂന തുറാസ വത്തഅ്കുലൂന തുറാസ. പിന്നെ അ വീണ്ടും ഉച്ചരിക്കണം, അഖിലൻ അഖിലൻ. അവിടെ അഖിലൻ ലമ്മ. അവിടെ ആ ലാം എന്ത് ചെയ്യണ്ട, പിന്നെ ഉന്നത്ത് വേണ്ട, മീമിന് എന്ത് വേണം? ഉന്നത്ത് വേണം. ലമ്മ ചുരുങ്ങിയ 2 പ്രാവശ്യമെങ്കിലും തരിമൂക്ക് തരിപ്പിക്കണം. അപ്പോൾ ഇങ്ങനെ ഓതണത്
വതഅകുലൂന തുറാസ അക്ലൻ ലമ്മ. ഒന്നുകൂടി ചോദിക്കാൻ. പിന്നെ വതുഹിബ്ബൂനൽ മാല, അവിടെയും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ അലിഫിനും ലാമിനും ഉച്ചാരണം ഉണ്ടാവും. ആ ലാമിന് ഉച്ചാരണം ഉണ്ടാവും അവിടെ. കാരണം എന്താണ്? അത് ഖമരിയാണ്. വതുഹിബ്ബൂനൽ മാല, തുഹിബ്ബൂന നീട്ടേണ്ടത് രണ്ടാണ്. പിന്നെ ഹുബ്ബൻ ജമ്മ, അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. എന്ത് ചെയ്യണം? ഹുബ്ബൻ ജമ്മ ഇഖ്ഫ ആണ് അവിടെ വേണ്ടത്. അപ്പോൾ ഇഖ്ഫ ആകുമ്പോൾ തരിമൂക്ക് ഒരു നേരിയ രൂപത്തിൽ ഇങ്ങനെ ധരിപ്പിക്കണം. ശക്തമായി ഉച്ചരിക്കാൻ പാടില്ല എന്നുള്ളൂ. എന്നാലും ഹുബ്ബൻ ജമ്മ, നമ്മളിങ്ങനെ പിന്നെ വണ്ടി ഇങ്ങനെ സൈഡ് കൂടെ എന്ന് പറഞ്ഞ് പോകണില്ലേ, ഒറ്റ പോക്ക് പോകാൻ പാടില്ല. ഭൂം എന്ന് പറഞ്ഞ് പോകാൻ പാടില്ല. സൈഡ് കൂടെ ഇങ്ങനെ എടുക്കണ ചേക്ക് ഹുബ്ബൻ ജമ്മ. അപ്പം ഓതൻ്റേത് അവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇഖ്ഫാ, രണ്ട് തൻവീ, ആദ്യം ഹുബ്ബൻ എന്നുള്ള തൻവീനിനെ എന്ത് ചെയ്യണം? ഇഖ്ഫാ ചെയ്യണം. അപ്പോൾ ഓതൻ്റേത് വതുഹിബ്ബൂനൽ മാല ഹുബ്ബൻ ജമ്മ. അടുത്ത് അതൊന്ന് ഓതിയേക്കനി. വതുഹിബ്ബൂനൽ പിന്നെ കെല്ലാ നീട്ടണം. എന്താ കാരണം? അതിൻ്റെ അംസ വരുന്നുണ്ട്. കെല്ല എന്നുള്ള അലിഫിൻ്റെ ശേഷം അംസ വരുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? 4 മുതൽ 6 കതിർ വരെ നീട്ടണം. അതിൻ്റെ പേരാണ് ഇത് മദ് മുൻഫസിൽ എന്നാണ് അതിന് പറയാറുള്ളത്. മദ് മുൻഫസിൽ. അപ്പോൾ ഓതേണ്ടത് കെല്ല ഇദാ, ഈ ഉച്ചരിക്കണം. ദാ 2 കതിർ നീട്ടിയാൽ മതി. പിന്നെ ദുഃഖത്തിൽ അർളു, അവിടെ അലിഫിന് ഉച്ചാരണമല്ല ലാമിന് ഉച്ചാരണമുണ്ട്. ദുഃഖത്തിൽ അർളു. പിന്നെ ദക്ക, അവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യണം? യഫ്ഫാ ചെയ്യണം. അപ്പോൾ ഓതേണ്ടത് ദക്ക. ആ ദക്ക എന്നുള്ളതിന് 2 പ്രാവശ്യമെങ്കിലും തരിമൂക്ക് ധരിപ്പിക്കാം. അപ്പോൾ ഓതേണ്ടത് ഒന്ന് കല്ലാ ഇദാ ദുഃഖത്തിൽ അർളു. ദക്ക. ഒന്നുകൂടി ഒതുക്കണി. കല്ല ആ 3 ആയത്തൂടി ഒന്ന് ഒതുക്കണി. വതഅകുലൂന തുറാസ ആ മതി. തജ്വീദിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. എന്നാ അർത്ഥം പറഞ്ഞോടി. വതഅകുലൂന, അക്കല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? തിന്ന, ഭക്ഷിക്കുക, ഭുജിക്കുക എന്നൊക്കെയാണ് മലയാളത്തിൽ പറയാറുള്ളത് അല്ലേ? വതഅകുലൂന, ആര്? നിങ്ങൾ തിന്നുകയും ചെയ്യുന്നു. അത്തുറാസ, തുറാസ് നിങ്ങൾ തുറാസൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ? എന്താ ഈ തുറാസ്? തുറാസ് എന്ന് പറഞ്ഞാൽ എന്താ? തുറാസ് എന്ന് പറഞ്ഞാൽ അനന്തരാവകാശ സ്വത്തിനാണ് എന്ത് പറയാ? അനന്തര സ്വത്തിനാണ് തുറാസ് എന്ന് പറയുന്നത്. തുറാസ് അതന്നെയാണ്. തുറാസ് ഇസ്ലാമി, ഇസ്ലാമിൻ്റെ അനന്തര സ്വത്തിനെ ജീവിപ്പിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ ആ സ്വത്ത് മാത്രമല്ല, ഇസ്ലാമിൻ്റെ എല്ലാ കാര്യങ്ങളെയും ജീവിപ്പിക്കുക. അല്ല. അനന്തര സ്വത്ത് എന്ന് പറഞ്ഞാൽ എന്താ? തുറാസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മയ്യത്ത് വിട്ടേച്ച് പോണ എല്ലാ കാര്യത്തിനും എന്തു പറയും? അനന്തര സ്വത്ത് പറയും. ഒരു മയ്യത്ത് ഭൂമിയാണ് വിട്ടേച്ചെങ്കിൽ അത് തുറാസാണ് അല്ലേ? ഒരു മയ്യത്ത് എന്തെങ്കിലും കാശാണ്, അല്ലെങ്കിൽ അയാൾ ഡ്രസ്സാണ്, അയാൾ ഉറങ്ങിയ പിന്നെ പായാണ്, കട്ടിലാണ്, എന്ത് വിട്ടേച്ച് പോയോ അതിനൊക്കെ എന്ത് പറയും? തുറാസ് എന്ന് പറയും. വെറും പണം മാത്രമല്ല, അയാൾ വീടിന് പറയും, അയാളെ കാറിന് പറയും, അയാൾ ഉപയോഗിച്ച് എന്തൊക്കെ സാമഗ്രികളുണ്ടോ അതിനൊക്കെ എന്ത് പറയും? തുറാസ്. അപ്പം മയ്യത്ത് വിട്ടേച്ച് പോയ എന്തൊക്കെയുണ്ടോ അതാണിത് തുറാസ്. അറബി പറയാനുള്ളത് മാ യത്രുക്കുഹുൽ മയ്യിത്തു മിമ്മാലിൻ, എന്തൊക്കെ സമ്പത്താണോ, സമ്പത്ത് എന്ന് പറയാൻ പറ്റുന്ന എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ആ മയ്യത്ത് വിട്ടേച്ച് പോയതിനൊക്കെ എന്ത് പറയും? തുറാസ്. മലയാളത്തിൽ നമ്മൾ എന്ത് പറയും? അനന്തര സ്വത്ത്, പൈതൃക സ്വത്ത് എന്നൊക്കെ പറയും അല്ലേ? അനന്തര സ്വത്ത്, പൈതൃക സ്വത്ത്. അപ്പോൾ പൈതൃകം എന്ന് പറയുന്നത് പൂർണ്ണമല്ല എങ്കിലും എന്താണ്? ആ പൈതൃകം അതിൽപ്പെട്ടതാണ്. അപ്പം അർത്ഥം വതഅകുലൂന,
നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യുന്നു. അത്തുറാസ അനന്തര സ്വത്തിനെ, അഖിലൻ ഒരു ഭക്ഷിക്കൽ എന്ന് പറഞ്ഞാൽ ആ നിങ്ങൾ അനന്തര സ്വത്തിനെ പിന്നെ ശക്തമായ രൂപത്തിൽ, അഖിലൻ എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ പറയാറുള്ളത് മഫ്ഊല് മുത്തലക്ക് എന്നാ. എന്തിനാ ഈ മഫ്ഊല് മുത്തലക്ക് എന്ന് പറയുന്നത്? ശക്തി കൊടുക്കാനാ. ഞാൻ ചായ കുടിച്ചു, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഭക്ഷിച്ചു എന്നെങ്ങനെ അറബി പറയാ? എങ്ങനെ പറയാ? ഷെരിബ്തു എന്താ കുടിച്ചേ? അഷായ അല്ലെങ്കിൽ ഹസീറ, ഷുർബത്തൻ അല്ലെങ്കിൽ ഷുർബൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒറ്റ കുടിയാട് കുടിച്ചു. എന്തിനാണ് ആ പറയുന്നത്? ആ കുടിൻ്റെ ശക്തിയാണ്. സാധാരണ ചായ കുടിക്കേണ്ടേ, അതിനെന്ത് പറഞ്ഞാൽ മതി? ഷെരിബ്തു ഷായ് എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ ഷുർബത്തൻ വല്ലാത്ത കുടി തന്നെയാണ്. ഒരൊറ്റ കുടിയാട് കുടിച്ചു എന്ന് പറഞ്ഞാൽ ആ കുടിക്ക് ശക്തി നൽകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. അതേപോലെ വതഅകുലൂന നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യുന്നു. അത്തുറാസ അനന്തരസത്തിനെ, പിന്നെ അഖിലൻ ഒരു ഭക്ഷിക്കൽ എന്ന് പറഞ്ഞാൽ ആ ഭക്ഷിക്കണതിൻ്റെ ശക്തി കൂട്ടാനാണ് എന്ത് പറയുന്നത്? അറബിയിൽ അഖിലൻ. അതിനും അറബി ഗ്രാമറിൽ പറയാറുള്ളത് മഫ്ഊല് മുത്ലഖ് എന്നാണ്. പിന്നെ ഒന്നുകൂടിയും അതിന് അല്ലാഹു തആല ശക്തി കൂട്ടാനത് ലമ്മ. ലമ്മ എന്ന് പറഞ്ഞാൽ എന്താ? ലമ്മ ശരിക്ക് ആ പദത്തിൻ്റെ അർത്ഥം പിന്നെ ഒരുമിച്ച് കൂട്ടുക, ജമ എന്നാണ് പദത്തിൻ്റെ അർത്ഥം. ഒരുമിച്ച് കൂട്ടുക, വാരിക്കൂട്ടുക എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട് അല്ലേ? ഒരുമിച്ച് കൂട്ടുക, വാരിക്കൂട്ടുക. അങ്ങനെ അപ്പം ഒന്നുകൂടി ശക്തി നൽകാനാണ് ഇത് ലമ്മ പറഞ്ഞത്. അപ്പൊ എത്ര ശക്തിയിലാണ് ഭക്ഷിക്കേണ്ടത്? വതഅകുലൂന തുറാസ അഖിലൻ ലമ്മ എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് അവകാശപ്പെടാത്ത സമ്പത്ത് അവിടുന്ന് ഇവിടുന്നൊക്കെ നിങ്ങൾ വാരിക്കൂട്ടിയിട്ട് ആ രൂപത്തിൽ നിങ്ങൾ ഭക്ഷിക്കുന്നു എന്നതാണ്. അപ്പൊ പിന്നെ അടുത്ത ആയത്ത് എന്താ? വതഅകുലൂന തുറാസ അഖിലൻ ലമ്മ. പിന്നെ വതുഹിബ്ബൂന നിങ്ങൾ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. എന്തിനെ? അൽ മാല സമ്പത്തിനെ. ഹുബ്ബൻ നേരത്തെ പറഞ്ഞതേപോലെ തന്നെ ഹുബ്ബൻ ഒരു ഇഷ്ടപ്പെടൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അങ്ങേയറ്റം സമ്പത്തിനെ ഇഷ്ടപ്പെടുന്നു. ജമ്മ എന്ന് പറഞ്ഞാൽ എന്താ? ജമ്മ എന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങേയറ്റം അതിര് കടന്ന സ്നേഹത്തിനാണ് എന്ത് പറയാ? ജമ്മ. ധാരാളമായി എന്നാണ് പദത്തിൻ്റെ അർത്ഥം. ധാരാളമായിട്ട്, ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യം ധാരാളമായിട്ട്. നമ്മളെ മനസ്സിൽ ഒരാളോട് നമുക്ക് സ്നേഹം ഉണ്ടാവും. പക്ഷെ ആ സ്നേഹം ഇങ്ങനെ തേട്ടി ധാരാളമായിട്ട് വന്നാൽ എന്തുണ്ടാവും? അതാണ് അതിര് കവിഞ്ഞ സ്നേഹം എന്ന് നമ്മൾ മലയാളത്തിൽ പറയാറില്ല. അപ്പം അതാണ് വതുഹിബ്ബൂനൽ മാല നിങ്ങൾ സമ്പത്തിനെ ഇഷ്ടപ്പെടുന്നു. ഹുബ്ബൻ ജമ്മ അതിര് കടന്ന രൂപത്തിലുള്ള സ്നേഹം അല്ലെങ്കിൽ ഇഷ്ടം നിങ്ങൾ സമ്പത്തിനോട് കാണിക്കുന്നു. അപ്പൊ രണ്ട് ആയത്ത്, ഒന്ന് വതഅകുലൂന തുറാസ അഖിലൻ ലമ്മ, രണ്ടാമത്തത് വതുഹിബ്ബൂനൽ മാല ഹുബ്ബൻ ജമ്മ. ഈ അതല്ല ജമ്മ എന്ന് പറയുന്നത് പിന്നെ കസുറ എന്നാണ് പദത്തിന്റെ അർത്ഥം. ജമ്മ എന്ന് പറഞ്ഞാൽ ധാരാളമായിട്ട്, കസുറത്തിനെ കാണിക്കാനാണ് എന്ത് പറയുന്നത്? ജമ്മ എന്നുള്ളത്. ഒരുമിച്ച് കൂട്ടുക എന്നുള്ളതിന് ജമ എന്നാണ്. ജമ അത് എന്താണ്? ലമ്മ എന്ന് പറഞ്ഞതിന്റെ അർത്ഥമാണ് ജമ. ലമ്മ എന്ന് പറഞ്ഞതിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന് ജമ, അറബിയിലാണെങ്കിൽ ജമ ഒരുമിച്ച് കൂട്ടുക. രണ്ടാമത്തത് ലമ്മ, എന്താ? അത് ഒരുമിച്ച് കൂട്ട് തന്നെയാണ്. ജമ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു സംഗതി കാശൊക്കെ ഒരുമിച്ച് കൂട്ടണേക്ക് ഒരു സ്ഥലത്തേക്ക് ഒരുമിച്ച് കൂട്ടുക. ലമ്മ എന്ന് പറഞ്ഞാൽ അവിടെയും ഇവിടെയൊക്കെ കിടക്കുന്നുണ്ട്, അവിടുന്ന് ഇവിടുന്നൊക്കെ കൂട്ടിയിട്ട് ഒരു സ്ഥലത്താക്കുക. അതാണ് ലമ്മ. മലയാള ഭാഷയിൽ എന്ത് പറയും? ഒരുമിച്ച് കൂട്ടുക, വാരിക്കൂട്ടുക. അപ്പം ഏകദേശം അർത്ഥം പറഞ്ഞതാണ് ഇത് വാരിക്കൂട്ടുക എന്നുള്ളത്. അപ്പം വതഅകുലൂന തുറാസ അഖിലൻ ലമ്മ, പിന്നെ വതുഹിബ്ബൂനൽ മാല ഹുബ്ബൻ ജമ്മ സമ്പത്തിനെ നിങ്ങൾ അതിര് കവിഞ്ഞ സ്നേഹം സ്നേഹിക്കുകയും പിന്നെയോ അനന്തര സ്വത്ത് നിങ്ങൾ അനർഹമായി വാരിക്കൂട്ടി ഭക്ഷിക്കുകയും ചെയ്യുന്നു. ഇതാണ് ഈ രണ്ട് ആയത്തുകളും നമ്മെ പഠിപ്പിക്കുന്നത്. ഒന്ന്, സമ്പത്തിനോടുള്ള അമിതമായ അതിര് കവിച്ചിലും പിന്നെ മറ്റുള്ളവരുടെ അവകാശങ്ങൾ കവർന്നെടുക്കാനുള്ള മനോഭാവവും
അതാണ് ഈ രണ്ടായത്തും നമ്മെ അതിൻ്റെ ആയം പിന്നെ മറ്റുള്ളവരുടെ സമ്പത്ത് എൻ്റെ പോക്കറ്റിലേക്ക് എൻ്റെ സഞ്ചിയിലേക്ക് ആക്കാനുള്ള ആ മനോഭാവം, അതും അതേപോലെ തന്നെ സമ്പത്തിനോടുള്ള ആർത്തിയും, ഈ രണ്ട് കാര്യങ്ങളാണ് ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. ഇനി നിങ്ങൾ തിരിച്ചു വരിക, അള്ളാഹ് പറഞ്ഞെന്താ? വത്തഅ്കുലൂന, ഭക്ഷിക്കുക എന്നുള്ളതാ സംഗതി. ഇപ്പം ഈ വാരിക്കൂട്ടണമൊക്കെ ഭക്ഷിക്കുന്നുണ്ടോ അവർ? ഇല്ല. ഒക്കെ പാടൊരാൾ ഭക്ഷിക്കോ? നിങ്ങളിപ്പോൾ ഇവിടെ ഉള്ള പിന്നെ ഒരു സൊസൈറ്റി പോയിട്ട് അവിടെ ഉള്ള ഒക്കെ പാടെ വാരിക്കൂട്ടി നിങ്ങൾ സഞ്ചിയിലാക്കിയെന്ന് നിങ്ങൾ എത്ര തിന്നാ? ഒരു കുബൂസ് തിന്നേക്കും നിങ്ങൾ, 1.5 കുബൂസ് അല്ലേ? അതിന് 2 കുബൂസ്, അതിലിപ്പോൾ നിങ്ങൾ തിന്നോളൂ, ബാക്കിയൊന്നും നിങ്ങൾ തിന്നൂലല്ലോ. തിന്നോ? ഇല്ല, കഴിയൂല. പക്ഷെ തഅ്കുലൂന എന്നാണ് അല്ലാഹു തആല. സമ്പത്ത് നിങ്ങൾ തിന്നുന്ന, സമ്പത്ത് നമ്മൾ തിന്നുന്നില്ല, അതിൻ്റെ ചെറിയൊരു ഭാഗം നമ്മൾ എന്ത് ചെയ്യണുള്ളൂ? തിന്ന്. എന്തുകൊണ്ടാണ് അല്ലാഹു തആല തിന്നുന്നു? സംഗതി അത് എടുക്കുകയാണല്ലോ, വാരിക്കൂട്ടി നമ്മൾ ശേഖരിച്ച് നമ്മൾ എടുത്തു വെക്കുകയാണ്. ആ എടുത്തു വെക്കണേന് ആണ് എന്ത് പറഞ്ഞത് ഇവിടെ? തഅ്കുലൂന. അപ്പം അനർഹമായി മറ്റുള്ളവരുടെ സമ്പത്ത് എടുക്കണേനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് പറഞ്ഞത്? തഅ്കുലൂന എന്ന് പറഞ്ഞത്. അപ്പോൾ മറ്റുള്ളവരുടെ സമ്പത്ത് അനർഹമായി ഞാൻ ശേഖരിച്ചു വെക്കണേനാണ് അല്ലാഹു തആല ഇവിടെ ഉപയോഗിച്ചത് തഅ്കുലൂന എന്നുള്ള പദം. അല്ലാഹു തആല അതിനെന്താ തെളിവ്? വിശുദ്ധ ഖുർആനിൽ ആ പ്രയോഗം പ്രയോഗിച്ച് കാണാം. ഇന്നല്ലദീന യഅ്കുലൂന അംവാലൽ യതാമ ളുൽമൻ ഇന്നമാ യഅ്കുലൂന ഫീ ബുതൂനിഹിം നാറ. അല്ലേ? യതീം കുട്ടികളുടെ സമ്പത്ത്, അനാഥകളുടെ സമ്പത്ത് പിന്നെ അനർഹമായി ഭുജിക്കുന്നവരാരോ അവർ തീർച്ചയായും അവർ പിന്നെ അവരുടെ വയറ്റിൽ നിറക്കുന്നത്, തിന്നുന്നത് തീയാണ്, നരകത്തീയാണ് എന്ന് അല്ലാഹു തആല പറയുന്നുണ്ട്. അവിടെ അല്ലാഹു തആല യതീമിൻ്റെ സമ്പത്ത് ഭുജിക്കുക എന്നാ പറയുന്നത്. സംഗതി ഇപ്പം ആ യതീം കുട്ടിയുടെ സമ്പത്തൊക്കെ പാടെ വാരി കൂട്ടി തിന്നുണ്ടോ? തിന്നണില്ല. അത് എടുത്ത് ശേഖരിച്ച അല്ലെങ്കിൽ ബാങ്കിലെ അക്കൗണ്ടിൽ ഇടുകയാണ്, അനർഹമായിട്ട് ഇടുകയാണ് അല്ലേ? അല്ലെങ്കിൽ ഞാൻ എൻ്റെ അക്കൗണ്ടിൽ ആക്കുകയാണ്. അതിനാണ് അല്ലാഹു തആല എന്ന് പറയുന്നത് തഅ്കുലൂന. അപ്പം അനർഹമായി മറ്റൊരാളുടെ സമ്പത്ത് കയ്യേറ്റം ചെയ്യണതിനാണ് എന്ത് പറയാ? തഅ്കുലൂന എന്ന പദപ്രയോഗം വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ള. അപ്പോൾ നോക്കി നിങ്ങൾ ഇവിടെ ഇപ്പോൾ ഒന്ന്, സമ്പത്തിനോട് എല്ലാവർക്കും ഇഷ്ടമുണ്ടാവും അല്ലേ? സമ്പത്ത് ഇഷ്ടമല്ലാത്ത ആരെയുണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ഇല്ല. എല്ലാവർക്കും പ്രകൃതി സമ്പത്തിന് ഇപ്പോൾ 100 ദീനാർ, 1000 ദീനാറാണ് കിട്ടിയ നിങ്ങൾക്ക് വേണ്ടേ? നിങ്ങൾ ഇഷ്ടപ്പെടും, നമുക്കൊക്കെ വേണം, ആവശ്യമാണ്. സമ്പത്തിനോടുള്ള ഇഷ്ടം പ്രകൃതിയാണ്. അപ്പോൾ സമ്പത്തിനെ സ്നേഹിക്കലല്ല ഇവിടെ തെറ്റ്. സമ്പത്ത് സ്നേഹിക്കലല്ല, സമ്പത്തിനോട് എല്ലാവർക്കും ഇഷ്ടമുണ്ടാവും. പിന്നെന്താണ്? അതിര് കവിഞ്ഞ രൂപത്തിൽ ഹലാലും ഹറാമും നോക്കാതെ വാരിക്കൂട്ടി മുണുങ്ങണേനാണ് എന്ത് പറയുന്നത്? ഇവിടെ ഹുബ്ബൻ ജമ്മ എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾ ചിലപ്പം എത്ര നമുക്ക് ആവശ്യത്തിന് അത് മതിയാവും, ആ മതിയായതിലും അപ്പുറം വീണ്ടും 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 എന്നുള്ള നമ്മുടെ മനസ്സ് അതിലിങ്ങനെ മുഴുകി തന്നെ വേറെ പിന്നെ ദീനിൻ്റെ എല്ലാ കാര്യത്തിനും നമ്മളെ ശ്രദ്ധ തിരിക്കണ രൂപത്തിൽ ആ സമ്പത്തിനോട് നമ്മൾ ഇടപഴകുന്നതിനാണ് എന്ത് പറയുന്നത്? വതഅ്കുലൂനൽ മാല അല വതഅ്കുലൂന തുറാസ അക്ലൽ ലമ്മ വതുഹിബ്ബൂനൽ മാല ഹുബ്ബൻ ജമ്മ എന്ന് അല്ലാഹു തആല പറയുന്നത്. ഇവിടെ മറ്റൊരു കാര്യമുണ്ട്. ഏത് കിട്ടിയാലും ഒരു അനർഹമായി ഭക്ഷിക്കുന്ന ആളുടെ സ്വഭാവം എന്ന് പറയുന്നത് ഓനത് ഹലാൽ ഹറാമാക്കുന്നൊക്കെ അത് ഞാൻ ഭാര്യ കുട്ടിയൊക്കെ എൻ്റെതാണ് അല്ലേ? ഒരാൾക്കും അതിനെ തിരിച്ചെടുക്കാൻ സാധിക്കൂല അല്ലേ? ഒരാൾ എന്നോട് ചോദ്യം ചെയ്യാനും പാടില്ല. പിന്നെന്താ? ഞാൻ ഭാര്യക്കുട്ടിയെ ചിലപ്പോൾ ദുർബലനായ യതീമിൻ്റെതോ അനാഥയുടേതോ പിന്നെ വേറെ ആരെന്തെങ്കിലുമൊക്കെ ആയിരിക്കും. പക്ഷേ എന്നെ പ്രതിരോധിക്കാൻ, എന്നെ തടുക്കാൻ നിങ്ങൾക്കാർക്കും സാധിക്കില്ല. ഈ മെൻറ്റാലിറ്റിയാണ് സമ്പത്ത് സമ്പാദിക്കുമ്പോൾ എങ്ങനെങ്കിലും കച്ചറ ഉണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ അക്രമം പ്രവർത്തിച്ചിട്ടോ ഒക്കെ സമ്പത്ത് ശേഖരിക്കണേനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ എന്ത് പറയുന്നത്? വതഅ്കുലൂന എന്ന പദപ്രയോഗം പറയുന്നത്. അപ്പോൾ സമ്പത്ത് ശേഖരിക്കുമ്പം ഇങ്ങനെയുള്ള ആളുകൾക്കൊരു സ്വഭാവം ഉണ്ടാവും. ഇവിടെ ഒരു മാഗ്നറ്റിക് കട്ടൻ്റെ കൂട്ടുക, ആ മാഗ്നറ്റിക് കട്ടൻ്റെ സ്വഭാവം എന്തായിരിക്കും? ഇവിടെ വലിയൊരു മാഗ്നറ്റിക് കട്ടുണ്ട് അല്ലേ? ഇവിടെ കുറേ ചെറിയ കുട്ടികൾക്ക് ആവും ഉണ്ട്, അതൊക്കെ ഉണ്ടെന്ന് കൂട്ടുക.
ആ മാഗ്നറ്റിക് കട്ട എന്ത് ചെയ്യും? ഇതിനെ വലിക്കും, തൊട്ടടുത്തതിന് ആദ്യം വലിക്കും, പിന്നെ അടുത്തതിന് വലിക്കും, പിന്നെ അടുത്തതിന് വലിക്കും, പിന്നെ അടുത്തതിന് വലിക്കും, അടുത്തതിന് വലിക്കും അല്ലേ? അതിന്റെ ശക്തി അനുസരിച്ച് ഇതിനെത്ര ശക്തി ഉണ്ടോ അതിനനുസരിച്ച് അങ്ങനെ ഒരുമിച്ച് കിട്ടും. ഈ ഒരു സ്വഭാവം ആർക്കുണ്ടാവും? അനർഹമായി സമ്പാദിക്കുന്ന ആളുകൾക്ക് ഉണ്ടാവുന്ന മാഗ്നറ്റിക് പോലെ ഒക്കെ ഇന്ത്യക്ക് എന്നിങ്ങനെ ഒരുമിച്ച് കൂട്ടണ ആ സ്വഭാവത്തിനാണ് എന്ത് പറയാ? പിന്നെ ലമ്മ എന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറഞ്ഞിട്ടുള്ളത് അതാണ്. ഇത് ശരിക്കും എനിക്ക് അവകാശപ്പെട്ടതല്ല. പക്ഷെ ഞാൻ എൻ്റെ ശക്തി കൊണ്ട് എന്ത് ചെയ്യാണ്? വലിച്ച് പിടിക്കാണ്, എൻ്റെക്കിട്ട് വാരി എടുക്കുകയാണ്. നമ്മളിപ്പോൾ അതിര് എന്താ പറയല്? എന്താ പറയല്? നിങ്ങളെന്തോന്ന് പറയില്ലേ? അതിര് മാന്തേ എന്താ നിങ്ങൾ പറയില്ലേ നിങ്ങളെ നാട്ടിലൊക്കെ? അതിര് കളക്കുക എന്നൊക്കെ പറയില്ലേ? ഇയാൾ ഇവിടെ വരമ്പെട്ടിട്ടുണ്ടാവും, വേലി കെട്ടിയിട്ടുണ്ടാവും. ഞാൻ എന്ത് ചെയ്യും? അവിടെ പോയിട്ട് ഇങ്ങനെ മണ്ണടിച്ചു അല്ലേ? ആ ഒരു സ്വഭാവം അതാണ് ഈ മാഗ്നറ്റിക് കട്ട പോലെ ഇന്ത്യക്ക് ഇങ്ങനെ ആക്കിയെടുക്കും. ഈ രൂപത്തിനാണ് എന്ത് പറയാ? ലമ്മ എന്ന പദപ്രയോഗം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ മറ്റൊരു ചിന്താവിഷയം, സമ്പത്ത് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു ഉദാഹരണമൊക്കെ പറയുന്നു സമ്പത്തിന് ഇല്ലേ? പിന്നെ സമ്പത്തിനോട് ഇഷ്ടപ്പെടുന്നതല്ല അപകടം, മറിച്ച് സമ്പത്തിനെ നമ്മൾ ഉടമപ്പെടുത്തണം. സമ്പത്ത് നമ്മൾ സമ്പാദിക്കണം, അത് ഉടമപ്പെടുത്തുകയും വേണം. പക്ഷേ സമ്പത്തിനെ കൊണ്ടുപോയിട്ട് നമ്മളെ കയ്യിലേ വെക്കാവൂ. കയ്യല്ലാത്ത ഹൃദയത്തിൽ സമ്പത്ത് കൊണ്ടുപോയി വെച്ചാൽ എന്താവും? ഹുബ്ബൻ ജമ്മ എന്ന് പറയുന്നത് അതാണ്. നിങ്ങൾക്കിപ്പോൾ സമ്പത്തുണ്ട്, സപ്പോസ് ആ സമ്പത്ത് അത് നിങ്ങളെ കയ്യിൽ വെക്കാം, നിങ്ങളെ അക്കൗണ്ടിൽ, അതാണ് കൈ അറിയണത്. നിങ്ങളെ കയ്യിൽ വെക്കാം. ആ സമ്പത്ത് നിങ്ങളുടെ ഹൃദയത്തിൽ കയറിയാലോ? ഒരു ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാവും. കപ്പൽ അല്ലേ? കപ്പൽ എവിടെ ഉണ്ടാവുക? വെള്ളത്തിലൂടെ സഞ്ചരിക്കുള്ളൂ അല്ലേ? അപ്പം വെള്ളവും കപ്പലും തമ്മിലുള്ള ബന്ധം നോക്കി നിങ്ങൾ. വെള്ളം വേണം കപ്പലിൽ സഞ്ചരിക്കണമെങ്കിൽ. എന്നാൽ അതേ വെള്ളം കപ്പലിൻ്റെ ഉള്ളിലേക്ക് കയറിയാലോ എന്താ ഉണ്ടാവുക? കപ്പൽ മുങ്ങും. ഇതന്നെയാണ് സമ്പത്ത്. ഈ വെള്ളം പോലെയാണ്. നമ്മളെ കയ്യിൽ സമ്പത്ത് വേണം നമുക്ക് ജീവിക്കാൻ, നമ്മളെ കയ്യിൽ വേണം. ആ സമ്പത്ത് നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തേക്ക് കയറിയാലോ ആ സമ്പത്തുള്ളവനെ തകർക്കും സമ്പത്ത്. വെള്ളം പോലെയാണ്. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? മനസ്സിലാവുണ്ടോ? അതാണ് സമ്പത്ത് നമ്മളെ ഹൃദയത്തിൽ. അതാണ് ഹുബ്ബൻ ജമ്മ അല്ലേ? ഹുബ്ബൻ ജമ്മ, അതിര് കടന്ന ഒരു ടൈമും എനിക്കില്ല. ഒരു ക്ലാസ് എടുക്കാനും എനിക്ക് സമയമില്ല. നിങ്ങളോടൊന്ന് ചിരിക്കാനും ഒന്ന് സലാം പറയാനും നിങ്ങൾ തന്നൊരു ഗ്ലാസ് വെള്ളം കുടിക്കാനും ഒന്നും എനിക്ക് ടൈമില്ല. എൻ്റെ കച്ചവടം അല്ലേ? എൻ്റെ 24 മണിക്ക് ഉറക്കത്തിലും ഞാൻ കാണാതെ തന്നെ, ഉറക്കത്തിലും എൻ്റെ ചിന്ത എന്താണ്? എൻ്റെ കച്ചവടം, എൻ്റെ സമ്പത്ത്. ഹുബ്ബൻ ജമ്മ അല്ലേ? ആ ഒരു ചിന്താഗതി എൻ്റെ മനസ്സിൽ എന്താണ്? ആ സമ്പത്ത് അങ്ങോട്ട് കയറിക്കൂടി. നിങ്ങൾ ആരെന്തിനോട് പറഞ്ഞിട്ടും കാര്യമില്ല. ഞാനൊരു ക്ലാസ് എടുക്കുക, നിങ്ങളോട് ചിരിക്കാനൊന്നും എനിക്ക്, എൻ്റെ ഭാര്യനോട്, കുടുംബത്തോട് പോലും സംസാരിക്കാൻ ഹലോ എന്ന് പറയാൻ എനിക്ക് സമയമില്ല. കാരണം എന്താ? എൻ്റെ ഹൃദയത്തിൽ എന്തുകൂടി? സമ്പത്ത്. അതാണ് ഹുബ്ബൻ ജമ്മ. നോക്കി നിങ്ങൾ, ഈ ഒരു അവസ്ഥയെ പറ്റിയാണ് അല്ലാഹു തആല എന്ത് പറയുന്നത്? വതഅകുലൂന തുറാസ അക്ലൽ ലമ്മ വതുഹിബ്ബൂനൽ മാല ഹുബ്ബൻ ജമ്മ. അപ്പൊ സമ്പത്തിനെ അല്ല, സമ്പത്തിനെ പറ്റി വിശുദ്ധ ഖുർആൻ മറ്റേടത്ത് പറയണ എന്താ? വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ് അല്ലേ? സമ്പത്തിനോട് മനുഷ്യൻ അങ്ങേയറ്റം ഇഷ്ടമുള്ളവനാണ്. അതൊക്കെ ഓക്കെ, ആ ഇഷ്ടമൊക്കെ ഉണ്ടായിക്കോട്ടെ. പക്ഷെ എന്ത് പാടില്ല? സമ്പത്തിനെ നമ്മൾ ഭരിക്കണം. സമ്പത്ത് എന്ത് ചെയ്യാൻ പാടില്ല? നമ്മെ ഭരിക്കാൻ പാടില്ല. സമ്പത്തിന് നാം ഉടമപ്പെടുത്തണം. ആ സമ്പത്ത് നമ്മെ ഉടമപ്പെടുത്തരുത്. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? സമ്പത്ത് നമ്മളെ ഉടമപ്പെടുത്തിയാൽ നമ്മളാരാവും? സമ്പത്തിൻ്റെ അടിമയാവും. ഞാൻ സമ്പത്തിനെ ഉടമപ്പെടുത്തിയാലോ എൻ്റെ അടിമയാണ് ആര്? എൻ്റെ സേവകനാണ് ആര്? സമ്പത്ത്. അപ്പം അതാണ് സമ്പത്തിൻ്റെ ഫിലോസഫി എന്ന് പറയുന്നത് എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ടാണ് ഹുബ്ബൻ ജമ്മ. ഇസ്ലാം സമ്പത്ത് സമ്പാദിക്കണേനോ കച്ചവടം ചെയ്യണേനോ ഒരുപാട് സമ്പത്ത് ശേഖരിക്കണേ ഒന്നും ഇസ്ലാം എതിർക്കണില്ല. പക്ഷേ എതിർക്കണ ഒരു കാര്യം ദീന് വിട്ട് കളിക്കുമ്പോഴാണ് അല്ലേ? ഹലാലും ഹറാമും വിട്ട് കളിക്കുമ്പോഴാണ്. എന്താ തെളിവ്?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറയുന്നത് കാണാം, നിഅമൽ മാൽ അസ്സാലി ലിർറജുലി സ്സാലി. നല്ല ഹലാലായ സമ്പത്ത് ഒരു സാലിഹായ മനുഷ്യന് എത്ര നല്ലതാണ്. അപ്പം സാലിഹായ മനുഷ്യന്റെ കയ്യിലാണ് ഹലാലായ സമ്പത്തുണ്ടെങ്കിൽ അത് നന്മയാണ് എന്നാണ് ആര് പഠിപ്പിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കും. മാത്രമല്ല, നബിയുടെ കാലഘട്ടത്ത് വലിയ വലിയ സമ്പന്നരുണ്ടായിരുന്നു. ആ സമ്പന്നരായ സ്വഹാബത്തിനെയൊന്നും നിങ്ങൾ കച്ചവടം ചെയ്യാൻ പോകരുത് എന്ന് പറഞ്ഞ് നബി വിലക്കിയിട്ടില്ല. വിലക്കിനോ? മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ധനാഢ്യനായിരുന്നു, അല്ലേ? വലിയ സമ്പത്തിന്റെ ഉടമയായിരുന്നു. മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ആരായിരുന്നു? വലിയ ബിസിനസ് മാനായിരുന്നു, കച്ചവടക്കാരനായിരുന്നു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ കച്ചവടം അയാൾ ചെയ്യണ ഒരു ചെറിയ കച്ചവടം അതെന്താവും, ചെറിയ ഒരിത് വലിയ പൊന്നു വിളക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. അങ്ങനെയുള്ള വലിയ കച്ചവടക്കാരൻ. അദ്ദേഹത്തിന്റെ സംഭവമൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് മക്കത്ത് നിന്ന് കച്ചവടമൊക്കെ ചെയ്ത് വലിയ സമ്പന്നനായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഹിജ്റ ചെയ്യേണ്ടത് ബോർഡറിൽ വെച്ച് എന്ത് ചെയ്തു? മുശ്രിക്കുകൾ അദ്ദേഹത്തെ തടഞ്ഞു. ഞങ്ങളെ നാട്ടിൽ നിന്നുണ്ടാക്കിയ സമ്പത്തുമായിട്ട് മദീനയ്ക്ക് പോകാൻ പാടില്ല എന്ന് അബ്ദുറഹ്മാൻ ബിൻ ഔഫിനോട് പറഞ്ഞു. അങ്ങനെ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ഒന്നുമില്ലാതെ കാലിക്കീശയായിട്ടാണ് എങ്ങോട്ട് പോണത്? സമ്പത്തൊക്കെ നിങ്ങൾ എടുത്തോളി, ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ അടുത്തേക്ക് പോവാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എൻ്റെ സമ്പത്തൊക്കെ അങ്ങ് എടുത്തോളി, ഞാൻ പോവാ. അങ്ങനെ കാലിക്കയ്യായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ മദീനയിലേക്ക് എത്തുകയാണ് ആര്? അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു, അല്ലേ? ആ അബ്ദുറഹ്മാൻ ബിൻ ഔഫിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഒരു മുഹാജിറിൽ അൻസാരികൾപ്പെട്ട ഒരാളെ സ്നേഹിതനാക്കി കൊടുക്കുകയാണ്. എന്നിട്ട് ആ വീട്ടുകാർ അബ്ദുറഹ്മാൻ ബിൻ ഔഫിനോട് ചോദിക്കേണ്ടത്, എനിക്ക് ഇത്ര ഭാര്യയുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഞാൻ അതിന് വിവാഹമോചനം നടത്തിയിട്ട് അതിൻ്റെ ഇദ്ദ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വിവാഹം ചെയ്തു തരാം, എനിക്ക് എത്ര സമ്പത്തുണ്ട്, അതിൻ്റെ എത്ര ഭാഗം നിങ്ങൾക്ക് തരാം എന്നൊക്കെ പറയുന്നുണ്ട്. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് പറഞ്ഞെന്താ, എനിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നിങ്ങൾ ഇവിടുത്തെ മാർക്കറ്റ് സൂക്ക് കാണിച്ചേരി, മാർക്കറ്റ് കാണിച്ചേരി. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ചെറിയൊരു കച്ചവടം തുടങ്ങി. ആ ചെറിയ കച്ചവടം സ്വർണം പോലെ അത് വലിയ കച്ചവടമായി പിന്നീട് മാറുകയാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ അവസാന കാലഘട്ടത്തിൽ ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ജീവിച്ചിരിക്കുന്ന എല്ലാ ആളുകൾക്കും അബ്ദുറഹ്മാൻ ബിൻ ഔഫിന്റെ വക എന്ത് കൊടുത്തിരുന്നു? സദക്ക കൊടുത്തിരുന്നു എന്ന. അതിന് മാത്രം വലിയ ധനാഢ്യനായി. അപ്പൊ അതാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ്. ഒരിക്കൽ ഒരു പാർട്ടി നടത്തിയ സംഭവമൊക്കെ ഞങ്ങളോട് വിവരിച്ചിട്ടുണ്ടാവും, ഓർമ്മ ഉണ്ട് നിങ്ങൾക്ക് അല്ലേ? അങ്ങനെ വലിയൊരു പാർട്ടി നടത്തുകയാണ്. പാർട്ടി നടത്തുമ്പോൾ അന്ന് ജീവിച്ചിരിക്കുന്ന അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളൊക്കെ ഒരുമിച്ച് കൂട്ടുകയാണ്. അങ്ങനെ ഒരുമിച്ച് കൂട്ടിയപ്പം പാർട്ടിയൊക്കെ നടത്തി എല്ലാവരും ഇങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ഒരു മൂലയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. മൂലയിലിരുന്ന് അദ്ദേഹം ഇങ്ങനെ കരയുണ്ട് എല്ലാവരും ഭക്ഷണം കഴിക്കുമ്പോൾ. അപ്പോൾ സാധാരണ ഇപ്പം എന്താ, ഭക്ഷണത്തിൽ എന്തെങ്കിലും തകരാറുകൊണ്ടാണ് നമ്മളൊക്കെ കരയാം. അബ്ദുറഹ്മാൻ ബിൻ ഔഫോട് ഓർത്തൊരു സംഗതിയുണ്ട്. ഞാൻ ഓർത്തുപോയി. എൻ്റെ കൂടെ മക്കായിലുണ്ടായിരുന്ന മിസ്അബ് ബിൻ ഉമൈർ എന്ന് പറയുന്ന വലിയ ധനാഢ്യനായ ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഹിജ്റ വന്ന് മദീനയിൽ അംബാസഡറായി മാറി. മാത്രമല്ല ആ ഉഹദ് രണാങ്കളത്തിൽ പതാക ഉഹദിന്റെ സേനാനായകനായിരുന്നു, പതാക പിടിക്കുന്ന ആളായിരുന്നു. ആ പതാക പിടിക്കുമ്പോൾ അദ്ദേഹം ഒരു മുശ്രിക്ക് വന്നിട്ട് ആ പതാക വഹിക്കണ കൈ വെട്ടി നിലത്തിടുകയാണ്. ഇടത്തെ കൈ കൊണ്ട് മിസ്അബ് അത് എടുക്കുകയാണ്. ആ കയ്യും തെറ്റാണ്. പിന്നെ രണ്ട് കൈ കൊണ്ട് ഇങ്ങനെ ആ പതാക എടുത്തുകൊണ്ട് വീണ്ടും യുദ്ധത്തിന് പോവാണ്. അങ്ങനെ കഴുത്തിന് വെട്ടേറ്റി അദ്ദേഹം അവിടെ ഷഹീദാണ്. നോക്കി നിങ്ങൾ, അയാൾ ഷഹീദായപ്പോൾ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് പറയാണ്, അയാൾ ഷഹീദാകുമ്പോൾ അദ്ദേഹത്തെ മറമാടാൻ ഒരു ചില്ലിക്കാശ് പോലും അദ്ദേഹത്തിൻ്റെ അടുത്തുണ്ടായിരുന്നു. ഇട്ട വസ്ത്രം മാത്രം. ആ വസ്ത്രത്തിന്റെ പ്രത്യേകത, തലമറച്ച കാലുമറിയില്ല, കാലുമറച്ച തലമറിയില്ല. നബിയെ, ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് സഹാബത്ത് നബിയോട് പോയി പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇദ്ഹിർ പുല്ല് വെച്ച് നിങ്ങൾ അദ്ദേഹത്തിന്റെ ഒരു ഭാഗം, കാലുഭാഗം മറക്കുക, മറ്റു വസ്ത്രം അദ്ദേഹത്തിന്റെ മറ്റു ഭാഗങ്ങളും കഫൻ ചെയ്യുക എന്ന് അദ്ദേഹത്തോട് പറയുകയുണ്ടായി. അത് ചോദിച്ചു സഹാബത്തിനോട് നബി പറയേണ്ടത്. അപ്പോൾ നോക്കി നിങ്ങൾ, ഏറ്റവും വലിയ ധനാഢ്യനായ മനുഷ്യൻ മരിക്കുന്നത് വളരെ ദരിദ്രനായിട്ട്. ഇതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെയും ഇതേപോലെ വഴിപാടാണ്. അതാണ് ഞാൻ മിസ്അബിനെ, എൻ്റെ സഹോദരൻ മിസ്അബിനെ ഓർത്തുപോയി എന്ന് പറഞ്ഞിട്ടാണ് അയാൾ കരയുന്നത്. നോക്കി നിങ്ങൾ, അപ്പോൾ എത്ര വലിയ ധനാഢ്യനാണ് ഈ അബ്ദുറഹ്മാൻ ബിൻ ഔഫ്. ആ ധനം, ആ സമ്പത്ത് അദ്ദേഹത്തിന് അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന് ഒരു നിമിഷം പോലും അയാൾ വിട്ടുനിന്നില്ല എന്നല്ലേ. എല്ലാവരും ഇങ്ങനെ ചിരിച്ച് കളിച്ച് ഉല്ലസിച്ച്
ഭക്ഷണം കഴിക്കുമ്പോഴും അദ്ദേഹം കരയാണ്. അപ്പൊ നോക്കി നിങ്ങൾ എന്നിട്ട് ഒരു ആയത്തോതി കൊടുക്കും, ഫല തുസ്അലുന്ന യൗമ ഇതിൻ അനിൻ നഈം. ഈ സുഖ സൗകര്യങ്ങളെ പറ്റിയൊക്കെ നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും. അതാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള സഹാബിമാരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരിൽ ഉണ്ടായിരുന്നു. സുബൈർ ബിൻ അൽ അവ്വാമിനെ പോലുള്ള വലിയ ധനാഢ്യന്മാരൊക്കെ ഉണ്ടായിരുന്നു. അവരൊന്നും നിങ്ങൾ കച്ചവടം ചെയ്യേണ്ട, ധനം ശേഖരിക്കണ്ട എന്ന് പറഞ്ഞിട്ട് നബി വിലക്കിയിട്ടില്ല. അപ്പൊ പിന്നെ എന്താ ഈ വിലക്ക് എന്ന് പറയുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ സമ്പത്തിന്റെ അടിമയാൻ പാടില്ല, മറിച്ച് സമ്പത്ത് ശേഖരിക്കാം, ധനാഢ്യനാവാം. പക്ഷെ എന്ത് പാടില്ല? നമ്മൾ ഒരിക്കലും സമ്പത്തിന് അടിമപ്പെട്ടു പോവാൻ പാടില്ല. അങ്ങനെ സമ്പത്തിന് അടിമപ്പെടുമ്പോൾ എന്താ ഉണ്ടാവുക? അള്ളാഹിനെ മറക്കും. ഒന്നാമത്തെ, ഈ സമ്പത്ത് തന്ന അള്ളാഹു നമ്മൾ മറന്നു പോകും. രണ്ടാമത്തതോ, ഉടനെ തന്നെ പരലോകം മറന്നുപോകും. മൂന്നാമത്തതോ, ജനങ്ങൾക്ക് കൊടുക്കേണ്ട അവകാശവും മറന്നു, സക്കാത്തൊക്കെ മറന്നു. അപ്പം സമ്പത്ത് പിന്നെ ശരിക്ക് ദീനിയായ ഒരു ഇതുള്ള ആളുടെ കയ്യിലല്ല സമ്പത്തുള്ളെങ്കിൽ എന്താവും? ആളുകളൊക്കെ ഓൻ്റെ ഒരു പിന്നെന്താവും, കാണാനോനൊരു പിന്നെന്താവും, ഒരു അരാജക ഒരു ഇതാവും ഇല്ലേ? ചങ്ങായി ഇവിടുന്ന് ഓനിവിടെ മാറ്റി താമസിക്കണം, ഓനൊന്നും ഈ ഏരിയ താമസിക്കേണ്ടേ അല്ല അല്ലേ, എനിക്കൊരു അയബാണ് എന്ന ഒരു ചിന്ത വരും എന്നുള്ളതാണ്. യത്തീം കുട്ടികളെ കാണുമ്പോഴും പാവപ്പെട്ടവരെ കാണുമ്പോഴും പിന്നെ ഈ ചേരി താമസിക്കുന്നവരെ കാണുമ്പോഴും ഇങ്ങനെയൊക്കെ ആളുകളെ കാണുമ്പോൾ എന്തുണ്ടാവും? ഈ ഒരു മനോഭാവം ഉണ്ടാവും. അതാണ് സമ്പത്തിന്റെ അടിമയാവുമ്പോൾ ഉണ്ടാവുന്നത്. അങ്ങനെ ഒരു ഇത് നമുക്ക് പാടില്ല. ഇനി ആലോചിച്ച് നോക്കുങ്ങളെ, നമ്മളൊക്കെ ചിന്തിക്കേണ്ട ഒരു ചിന്ത ഉണ്ട്. സമ്പത്ത് നമുക്ക് കൂടണം. സമ്പത്ത് കൂടിയാൽ ആ സമ്പത്ത് കൂടുന്നതിനനുസരിച്ച് അള്ളാഹിനോടുള്ള ശുക്ർ, ആ ഇബാദത്ത് നമുക്ക് കൂടുണ്ടോ? എങ്കിൽ നമ്മൾ ഖൈറിലാണ്. അതല്ല, ആ സമ്പത്ത് കൂടിയാൽ പിന്നെ അത് നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള ഭയമാണോ നമുക്കുള്ളതെങ്കിൽ നമ്മൾ തീരാ നഷ്ടത്തിലാണ് അല്ലേ? അതേപോലെ തന്നെ സമ്പത്ത് നമുക്ക് കൂടുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ഉദാരനായി മാറുന്നുണ്ടോ? അതല്ല, മറ്റുള്ളവരുടെ അവകാശം സക്കാത്തും സദക്കയൊക്കെ കൊടുക്കാതെ നമ്മളിങ്ങനെ പിന്നോട്ടടിക്കുന്നുണ്ടോ? നമ്മളെ അതിൽ നിന്ന് തടഞ്ഞു നിർത്തുന്നുണ്ടോ? ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതേപോലെ ളുഅഫാക്കളായ ഫുഖറാക്കളായ മിസ്കീന്മാരായ ആളുകളെ സഹായിക്കാൻ ഈ സമ്പത്ത് നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ടോ? അതല്ല, അവരെ കണ്ണുകൊണ്ട് കാണുക തന്നെ ഒരു പോരായ്മയാണോ? അല്ലെങ്കിൽ എൻ്റെ മുന്നിലുള്ള ഒരു മുള്ളുംകെട്ടാണ്, ഒരു കുപ്പിച്ചെല്ലാണ് ഈ സാധനം എന്ന് ചിന്തിക്കുന്ന ആ രൂപത്തിലാണോ ആ സമ്പത്തുണ്ടാകുമ്പോൾ നമ്മുടെ മനോഭാവം എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പം വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണിത്. അതുകൊണ്ടാണ് അല്ലാഹു തആല ഈ ആയത്തെ എവിടെയാ പറയുന്നത്? ആദ്യം ഓതിയൊക്കെ എങ്ങനെ നിങ്ങൾ അതിൻ്റെ മുമ്പുള്ള രണ്ടായത്തൊന്ന് ഓതിയൊക്കെയാണ് തഹാലൂന എന്താണ്? അതിൻ്റെ മുമ്പ് അല്ല, അതിൻ്റെ മുമ്പുള്ള രണ്ടായത്ത് അല്ല, രണ്ട് കാര്യം പറഞ്ഞിട്ടാണല്ലോ ഈ ആയത്ത് പറയുന്നത്. ഏത്? കല്ലാ ബല്ലാ തുക്രിമൂനൽ യതീം, പിന്നെ വലാ തഹാല്ലൂന അലാ തആമിൽ മിസ്കിൻ ഇല്ലേ? പിന്നെ യതീമിനെ ആദരിക്കാതിരിക്കുക, പാവപ്പെട്ടവന് ആഹാരത്തിന് വേണ്ടി പ്രേരണ നൽകാതിരിക്കുക. ഈ രണ്ട് കാര്യം പറഞ്ഞിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് പറയുന്നത്? വതഅക്കുലൂന തുറാസ അക്കലൽ ലമ്മ വതുഹിബ്ബൂനൽ മാല ഹുബ്ബൻ ജമ്മ. അപ്പൊ അത് പറയാൻ കാരണം എന്താ? യതീമിനെ കാണുമ്പോൾ സമ്പത്ത് ഇപ്പം എനിക്ക് നന്നായി ഇപ്പോഴും കൂടിയാൽ യതീമിനെ കാണുമ്പോൾ ഒരു കടമ്പയായിട്ട് പിന്നെ ഒരു മുള്ളുംകെട്ടായിട്ട് എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നും. മിസ്കീന്മാരെ കാണുമ്പോഴും എൻ്റെ മനസ്സിൽ അതൊരു ഭാരമായിട്ട് തോന്നും. എനിക്കിങ്ങനെ സമ്പത്ത് ഇങ്ങനെ കൂടാ, എൻ്റെ താഴെയുള്ളവരൊക്കെ എൻ്റെ ബാക്കിയുള്ളവരൊക്കെ പിന്നെ വളരെ മിസ്കീന്മാരായിരിക്കുമ്പം അത് കൊടുക്കണമല്ലോ എന്ന് പറഞ്ഞ ഒരു ഭാരം വരും മനസ്സിൽ നിന്നാണ്. അതുകൊണ്ട് അല്ലാഹു തആല എന്ത് പറഞ്ഞത്? യതീമിനും മിസ്കീനും പറഞ്ഞ ഉടനെ ഈ രണ്ട് മനോഭാവത്തെപ്പറ്റി, ഒന്ന് സമ്പത്തിനോടുള്ള ആർത്തിയെപ്പറ്റിയും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിവരിക്കാനുള്ള കാരണം അതാണ്. ഇനി ഒന്നുകൂടി നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഞാൻ നേരത്തെ പറഞ്ഞ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു പിന്നെ വലിയ പ്രമാണിക്കച്ചവടക്കാരിൽപ്പെട്ട ആളായിരുന്നു. പക്ഷെ അങ്ങനെയൊക്കെ സമ്പത്തുണ്ടായിട്ടും അയാൾ എന്ത് ചെയ്തില്ല? അയാൾ ആ സമ്പത്തിൻ്റെ അടിമയായില്ല. ധനികനായിട്ട് തന്നെയാണ് അയാൾ ജീവിച്ച്. ആ ധനികനായതോട് കൂടി തന്നെ എല്ലാവർക്കും അയാളുടെ സമ്പത്തിൻ്റെ ഓഹരി കിട്ടിയിരുന്നു, പ്രത്യേകിച്ചും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എന്നുള്ളത്. അപ്പം ധനം എന്ന് പറയുന്നത്, യഥാർത്ഥ ധന്യത എന്ന് പറയുന്നത് കുറേ സമ്പത്ത് കൂടുക എന്നുള്ളതല്ല, കുറേ സമ്പത്ത് ഇങ്ങനെ കൂടുക എന്നുള്ളത്. യഥാർത്ഥ ധന്യത എന്താണ്?
സമ്പത്തിൻ്റെ അടിമത്തത്തിൽ നമ്മൾ മോചിതനാവുക എന്നുള്ളത്. സമ്പത്ത് ഇങ്ങനെ വരും അല്ലേ, അത് ഇന്നത്തെ നാളെ വേറെയും വരും. പക്ഷെ അതിൻ്റെ അടിമയാവാൻ നമ്മൾ ഒരിക്കലും നമ്മുടെ മനസ്സിനെ സമ്മതിക്കരുത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഹദീസിൽ കാണാം, ലൈസൽ ഗിന അൻ കസറത്തിൽ അർദ്, കുറേ സമ്പത്ത് പിന്നെ കുറേ ഇങ്ങനെ ഡിസ്പ്ലേ വെക്കുക എന്നുള്ളതല്ല യഥാർത്ഥത്തിൽ ധന്യത. ഡിസ്പ്ലേ വെക്കുക എന്ന് പറഞ്ഞാൽ ആ കാണുന്ന ബിൽഡിങ് അല്ലേ, ഈ കാണുന്ന പിന്നെ ഇമാറാത്ത് മുഴുവൻ ഇതൊക്കെ എൻ്റെതാണ് അല്ലേ, അവിടെ കാണുന്ന അത്രയൊക്കെ പിന്നെ എസ്റ്റേറ്റ്, ഇങ്ങനെ കുറേ ഇങ്ങനെ ഡിസ്പ്ലേ വെക്കണം, അതല്ല യഥാർത്ഥത്തിൽ സമ്പത്ത് ധന്യത എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ധന്യത എന്താ റസൂലുള്ളാഹി പറയുന്നത്, വലാകിന്നൽ ഗിന ഗിനൻ നഫ്സ്, മനസ്സിൻ്റെ ധന്യതയാണ് യഥാർത്ഥത്തിൽ ധന്യത എന്ന് പറയും. നോക്കി നിങ്ങൾ, ചിലപ്പം ചില മനുഷ്യന്മാർ മില്യക്കണക്കിന് സമ്പത്തുണ്ടാവും, പക്ഷേ അവരുടെ മനസ്സോ വളരെ ഒന്നുമില്ലാത്ത പോലെയൊക്കെ നടക്കുക. മില്യോണറായിരിക്കും, പക്ഷേ മനസ്സ് അങ്ങോട്ട് കൊടുക്കാനും കഴിയില്ല, ആ രൂപത്തിലുള്ള മനസ്സിൻ്റെ ദാരിദ്ര്യമുള്ള ആളായിരിക്കും. എന്നാൽ ചില ആളുകളോ എന്തുകൊണ്ടാണ് പിന്നെ കൊടുക്കാതിരിക്കണത്, കൊടുത്താൽ കുറഞ്ഞു പോകുന്നുള്ള ഭയം, പിന്നെ സമ്പത്തിനോടുള്ള ആർത്തി, പിന്നെന്താ പിന്നെ മറ്റുള്ളവരോടുള്ള അസൂയ, അതേപോലെ തന്നെ ആ വെപ്രാളം, ഇങ്ങനെ എത്ര കിട്ടിയാലും മതി വരാത്ത ഒരു മനസ്സ്, ഇതുകൊണ്ട് അയാൾ കൊടുക്കാതിരിക്കണം. എന്നാൽ ചില ആളുകൾ കുറഞ്ഞ സമ്പത്തേ ഉണ്ടാവുള്ളൂ, പക്ഷേ അയാളുടെ മനസ്സിന് എന്തുണ്ടാവും, എപ്പോഴും ഒരു ധന്യത ഉള്ളതുകൊണ്ട് അയാൾ എല്ലാവർക്കും കൊടുത്തിട്ട് അയാൾ യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള മനുഷ്യന്മാരെയും കാണാം. അപ്പം സമ്പത്തിൻ്റെ ഫിലോസഫി എന്ന് പറയുന്നത്, വിശുദ്ധ ഖുർആൻ പറയുന്നത് എന്തല്ല, സമ്പത്തിനെയല്ല വിശുദ്ധ ഖുർആൻ എന്ത് ചെയ്യണത്, ആക്ഷേപിക്കണത്. മറിച്ച് എന്തിനെയാണ്, ആ സമ്പത്തിൻ്റെ അടിമയായി മനുഷ്യൻ മാറാൻ പാടില്ല. സമ്പത്തിനെ പറ്റി വിശുദ്ധ ഖുർആനിൽ നോക്കുക, സമ്പത്ത് അനുഗ്രഹമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, സമ്പത്ത് പരീക്ഷണമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്, സമ്പത്ത് അമാനത്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട്, സമ്പത്ത് സ്വർഗത്തിലേക്ക് എത്താനുള്ള മാർഗമാണ് എന്ന് വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തിലൊക്കെ നമ്മൾക്ക് കാണാം. ഇപ്പോൾ ഉദാഹരണമായിട്ട് സമ്പത്ത് അനുഗ്രഹമാണെന്നുള്ളതിന് എന്താ തെളിവ്, വിശുദ്ധ ഖുർആൻ പറയുന്ന കാണാം, വല്ലാഹു ജഅല ലക്കും മിൻ അസ്വാജിക്കും മിൻ അൻഫുസിക്കും അസ്വാജ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിച്ചു തന്നു. എന്നിട്ട് അള്ളാഹ് പറയുന്ന ഒരു ഇത് എടുത്തു പറയാണ്, വജഅല ലക്കും മിൻ അസ്വാജിക്കും, നിങ്ങളുടെ ഇണകളിൽ നിന്ന് അല്ലാഹു തആല നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നു. ആരെ, ബനീന വഹഫദത്തൻ, പുത്രന്മാരെയും പൗത്രന്മാരെയും അല്ലേ, മക്കളെയും മക്കളെയും ഒക്കെ അല്ലാഹു തന്നു. എന്നിട്ട് വറസഖക്കും മിനത് തയ്യിബാത്ത്, വിശിഷ്ടമായ ഉപജീവന മാർഗം നിങ്ങൾക്ക് തന്നു. അഫബിൽ ബാത്തിൽ യുഅ്മിനൂൻ, എന്നിട്ട് നിങ്ങൾ ഈ അസത്യത്തിലാണോ അവർ വിശ്വസിക്കുന്നത്, വബിനിഅമത്തില്ലാഹി ഹും യക്ഫുറൂൻ, അള്ളാഹുവിൻ്റെ ഈ സമ്പത്താകുന്ന അനുഗ്രഹത്തിന് അവർ നിഷേധിക്കുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട് വിശുദ്ധ ഖുർആൻ. അപ്പം അവിടെ അള്ളാഹു നമുക്ക് നൽകിയ സമ്പത്ത് ഒരു മഹാ അനുഗ്രഹമായിട്ടാണ് ആ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. ഇനി സമ്പത്ത് എപ്പോഴും നമുക്ക് ഖൈറിനെ പ്രേരിപ്പിക്കുന്നതാവണം. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു ദരിദ്രന് ഭക്ഷണം കൊടുക്കാൻ പ്രേരണ നൽകണം, ആവശ്യക്കാരനെ സഹായിക്കാൻ പ്രേരണ നൽകണം, മാതാപിതാക്കൾക്ക് ഉപകാരം ചെയ്യാൻ ആ സമ്പത്ത് പ്രേരിക്കണം, അതേപോലെ വിദ്യാഭ്യാസം നേടാൻ സമ്പത്ത് ഉപയോഗിക്കണം, നമുക്ക് നല്ല ബിൽഡിങ്ങുകൾ ഉണ്ടാക്കാൻ, എന്നിട്ട് മറ്റുള്ളവരെ സഹായിക്കാൻ, അതേപോലെ തന്നെ ജനങ്ങളെ സഹായിക്കാൻ, ഈ രൂപത്തിലൊക്കെ സമ്പത്ത് ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെയൊക്കെ ആകുമ്പോൾ ആ സമ്പത്ത് നമുക്ക് അനുഗ്രഹമായി മാറും. എന്നാൽ അതേ സമ്പത്ത് നമുക്ക് പരീക്ഷണമായി മാറും. വിശുദ്ധ ഖുർആൻ പറയണ നോക്കും, വഅലമു അന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന എന്ന് പറയുന്നുണ്ട്. നിങ്ങളറിയണം, നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ മക്കളും നിങ്ങൾക്കൊരു പരീക്ഷണമാണ്. അപ്പം ആ പരീക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള സമ്പത്തല്ല പരീക്ഷണം, ആ സമ്പത്തല്ല പരീക്ഷണം ആണോ, അതല്ല യഥാർത്ഥത്തിൽ പരീക്ഷണം. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലിരിപ്പ് എന്താണ് എന്ന് ആ സമ്പത്ത് ഉണ്ടാകുമ്പോൾ ഒരു പുറത്തു വരും. ഞാൻ സമ്പന്നനാണെങ്കിൽ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് ആ സമ്പത്ത് ഉണ്ടാകുമ്പോൾ മനസ്സിലാവും. സമ്പത്തില്ലെങ്കിൽ ആ ഉള്ളിലിരിപ്പ് പുറത്തു വരുന്നില്ല, അതാണ് വ്യത്യാസം. അപ്പം അവിടെയാണ് ആ പരീക്ഷണം, അല്ല സമ്പത്തിനല്ല എന്ത് തകരാറ് എന്ന് പറയുന്നത് എന്നുള്ളതാണ്. അപ്പം എപ്പോഴും നന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതായിരിക്കണം എന്ത് സമ്പത്ത് എന്ന് പറയുന്നത് എന്നുള്ളതാണ്. ഇനി നിങ്ങൾ ഒന്നുകൂടി ആലോചിച്ച് നോക്കൂ, മാല് അമാനത്താണ് എന്നതാണ് മൂന്നാമത്തേത്. എന്താ തെളിവ്,
വആതൂഹും മിൻ മാലില്ലാഹില്ലത്തി ആതാക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് നൽകിയിട്ടുള്ള അല്ലദീ ആതാക്കും, അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് നൽകിയിട്ടുള്ള സമ്പത്ത്, അള്ളാഹിന്റെ സമ്പത്തിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കാം. അപ്പം നമ്മളത് ആ സമ്പത്ത് അല്ല. എൻ്റെ അടുത്ത് ഇപ്പോൾ കുറേ സമ്പത്തുണ്ട്, അത് ഇന്റേതല്ല. ഏതുപോലെ ഒരു ബാങ്ക് മാനേജർ ഒരു ദിവസം എത്ര കൈകാര്യം ചെയ്യുന്നുണ്ടാവും? എത്ര ഉണ്ടാവും നിങ്ങളുടെ അഭിപ്രായം? കോടികൾ അല്ലേ, മില്യൺ കണക്കിന് അയാൾ പിന്നെ കൈകാര്യം ചെയ്യണ്ടാവും. പക്ഷെ അയാളതാണ് ആ കോടികൾ അല്ല. ഇതേപോലെ ഒരു സമ്പന്നന് അള്ളാഹു സുബ്ഹാനഹു വതആല അത് കൈകാര്യം ചെയ്യാനുള്ള അവകാശം അള്ളാഹു കൊടുത്തതാണ്. അതിൻ്റെ കൈകാര്യകർത്താവ് മാത്രമാണ് ഞാനും നിങ്ങളുമൊക്കെ, ഈ സമ്പന്നരൊക്കെ. അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ടൈം കഴിഞ്ഞാൽ അള്ളാഹു തആല അത് വേറെ ആൾക്ക് കൊടുക്കും അല്ലേ? ആലോചിച്ച് നോക്ക് നിങ്ങൾ, എത്ര വലിയ സമ്പന്നൻ പിന്നെ ഇവിടെ സമ്പാദിച്ച് ഓൻ്റെ എല്ലാ ധനും ഓൻ അവസാനം എന്തുണ്ടാവും? മരണം ഉണ്ടാവുമ്പോൾ ഏതെങ്കിലും ഒരു സമ്പത്ത് ഓൻ്റെ ഖബറിലേക്ക് കൊണ്ടുകൊണ്ടോ? അപ്പോത്തിന് ആ സമ്പത്ത് ആരുതായി? മറ്റോൻ്റെതായി. അള്ളാഹു തആല മറ്റോനാണ് കൊടുക്കണത്. അപ്പം ആലോചിക്കും, ഈ ബാങ്ക് മാനേജറെ പോലെ തന്നെ ഓൻ്റെ ആ മാനേജർ ആവണ കാലഘട്ടത്തിൽ എന്തുണ്ടാവും? ഓൻ എങ്ങനെ കൈകാര്യം ചെയ്യും? അത് കഴിഞ്ഞാൽ ഓൻ പിന്നെ കുറ്റിയും പറിച്ച് അവിടുന്ന് പോവും അല്ലേ? അപ്പം ഞാനൊക്കെ ഒരു ദിവസം എത്ര പൈസ ദീനാറ് കാണുന്നുണ്ട്, ഇത്ര ലക്ഷക്കണക്കിന് ദീനാറ് ഓരോ ദിവസം എൻ്റെ കയ്യിലൂടെ ഇങ്ങനെ വരുന്നുണ്ട്. പക്ഷെ എനിക്കെന്താ അപ്പോൾ? ഞാൻ അതിൻ്റെ ആളാ? ഞാൻ സമ്പന്നന അല്ല. ആ സമ്പന്നൻ നിങ്ങൾക്ക് പറയാം, പക്ഷേ അത് കൈകാര്യം ചെയ്യുക മാത്രമാണ്. ആ ടൈം ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അത് മറ്റുള്ളവർക്ക് അല്ലാഹു തആല കൊടുക്കും. ഇതാണ് സമ്പത്തിൻ്റെ ഫിൽ. അപ്പം ഇന്നെന്താ ഏൽപ്പിച്ചത്? അമാനത്താണ്. ഇതേപോലെ ഒരു സമ്പന്നന് അയാളുടെ സമ്പത്ത് അല്ലാഹു തആല അമാനത്തായി ഏൽപ്പിച്ചതാണ് എന്നതാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കേണ്ടത്. നാലാമത്തൊരു കാര്യം ഇന്ന് നോക്കി നിങ്ങൾ, ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം, സമ്പത്തിനോടുള്ള മനുഷ്യൻ്റെ ആർത്തി. യഖൂലു ഇബ്നു ആദം, മനുഷ്യപുത്രന്മാർ പറയും, മാലി മാലി മാലി, എൻ്റെ സമ്പത്ത് എന്നിങ്ങനെ പറയും. എന്നിട്ട് ചോദിക്കണം, ഹല്ലക്ക യാ ഇബ്നു ആദം മിൻ മാലിക്ക ഇല്ലാ മാ അകൽത ഫഅഫ്നൈത. ഓ മനുഷ്യപുത്ര, നിന്റെ സമ്പത്തിൽ നിന്ന് നിനക്ക് അവകാശപ്പെട്ടത് നീ ഭക്ഷണം കഴിച്ചതും അങ്ങനെ നശിപ്പിച്ചതും അല്ലാതെ എന്താണ് നിനക്കുള്ളത്? ഔ ലബിസ്ത ഫഅബ്ലൈത, നീ ധരിച്ചതും അങ്ങനെ നുരുമ്പിപ്പോയതും. ഔ തസദ്ദഖ്ത ഫഅബ്കൈത, നീ സദക്ക കൊടുത്തതും അത് ബാക്കിയാവുന്ന. ആലോചിച്ച് നമ്മൾ തിന്നത് അത് പോയി, അത് നമുക്ക് കിട്ടി. പിന്നെ നമ്മൾ ധരിച്ച വസ്ത്രം അത് കീറിപ്പോയി നുരുമ്പിപ്പോയി, അത് നമുക്ക് കിട്ടി. ബാക്കിയാവണത് ഏതാ ഉള്ളൂ? നമ്മൾ സദക്ക കൊടുത്ത് മാത്രമേ നമ്മളെ ഖബറിലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ബാക്കിയൊക്കെ ആർക്ക് പോകും? അനന്തരാവകാശികൾ കൊണ്ടുപോകും അല്ലേ? അതാണ് സമ്പത്തിൻ്റെ ഫിലോസഫി എന്ന് പറയുന്നത് എന്നുള്ളതാണ്. പിന്നെ അതുകൊണ്ട് തന്നെ സമ്പത്ത് എപ്പോഴും ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്താനുള്ള ഒരു മാർഗമാണ്, ഒരു റൂട്ടാണ് സമ്പത്ത്. ആ സമ്പത്ത് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താം. ഏതുപോലെ മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു, സുബൈർ ബിൻ അൽ അവ്വാമിനെ പോലുള്ള പ്രഗത്ഭരായ സഹാബിമാരൊക്കെ അവരുടെ സമ്പത്ത് പിന്നെ ദാനം ചെയ്തുകൊണ്ട് സ്വർഗം വാങ്ങിയവരാണ് അവർ അല്ലേ? ആ സ്വർഗം. അപ്പം സമ്പത്തുള്ള ഒരാൾക്ക് ലക്ഷ്യസ്ഥാനത്തെത്താൻ ആ സമ്പത്ത് സാധിക്കും. അതാണ്. ഇപ്പം എന്തിനപ്പം നമ്മൾ കാറ്? നമുക്ക് വാഹനം എന്തിനാ? യാത്ര ചെയ്യാൻ അല്ലേ? ആ യാത്ര ചെയ്യാന്നാൽ നമ്മളൊരു ലക്ഷ്യസ്ഥാനത്തുണ്ടാവും. ജോലിയാണ് നമ്മൾ ലക്ഷ്യസ്ഥാനെങ്കിൽ അവിടെ എത്താനാണ് ആ വാഹനം അല്ലേ? എന്നാൽ ഇതേപോലെ തന്നെയാണ് ഈ നമ്മുടെ കയ്യിലുള്ള സമ്പത്ത് ഈ വാഹനം പോലെയാണ്. എന്നാൽ അത് ആ വാഹനം കൊണ്ടുപോയിട്ട് പിന്നെ അത് നമുക്കൊരു ഭാരമായി മാറിയാലോ? ഭാരമായി മാറില്ല. എങ്ങനെ? ആ സമ്പത്ത് നമ്മുടെ മനസ്സിൽ കുടിയിരുത്തുമ്പോഴാണ് നമുക്കതൊരു ഭാരമായി മാറുന്നത് എന്നുള്ളത്. അപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ സമ്പത്തിൻ്റെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അടിമയാവാൻ പാടില്ല. അടിമയായാൽ എന്ത് ചെയ്യും? നമ്മൾ നാശത്തിലേക്കുള്ള കാരണമാകും എന്നുള്ളതാണ്. ഇനി നോക്കി നിങ്ങൾ, സമ്പത്ത് എപ്പോഴും കാരുണ്യം കിട്ടാനുള്ള അള്ളാഹിൻ്റെ കാരുണ്യം കിട്ടാനുള്ള ഒരു മാർഗം കൂടിയാണ്. എങ്ങനെ കാരുണ്യം കിട്ടുക? നമ്മൾ സദക്ക കൊടുക്കുമ്പോൾ അതനുസരിച്ച് സക്കാത്ത് കൊടുക്കുമ്പോൾ അത് കാരുണ്യാവും. അതേപോലെ നമ്മുടെ മനസ്സിൻ്റെ കാഠിന്യത്തിൽ നിന്ന് പിന്നെ മുക്തി നേടാനുള്ള ഒരു കാരണം കൂടിയാണത് സമ്പത്ത്. രണ്ടിനും പിന്നെ വിശുദ്ധ ഖുർആൻ ഉദാഹരണം പറയുന്നുണ്ട്. ഖാറൂൻ മുതലാളിക്ക് അല്ലാഹു തആല എന്ത് കൊടുത്തിട്ടുണ്ട്? വലിയ സമ്പത്ത് കൊടുത്തിട്ടുണ്ട്. ആ സമ്പത്തിൽ എന്ത് ചെയ്തു? അയാൾ വഞ്ചിതനായി. അയാൾ എന്താ പറഞ്ഞത്? ഇതൊക്കെ എൻ്റെ ക്വാളിഫിക്കേഷൻ മൂലം എൻ്റെ മഹത്വത്തിൻ്റെ അടയാളമാണ്,
എൻ്റെ സമ്പത്ത് എന്ന് കാറൂൻ മുതലാളി പറഞ്ഞു. എന്നാൽ അതേ സ്ഥാനത്ത് എന്താ പറഞ്ഞത്? സുലൈമാൻ നബി അലൈഹി സ്വലാം, അയാൾക്ക് എന്തുണ്ടായിരുന്നു? സമ്പത്തുണ്ടായിരുന്നു, ആധിപത്യം ഉണ്ടായിരുന്നു. സുലൈമാൻ നബിക്ക് ആധിപത്യവും സമ്പത്തും കിട്ടിയപ്പോൾ സുലൈമാൻ നബി എന്താ പറഞ്ഞത്? ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഇത് എൻ്റെ റബ്ബിൻ്റെ ഔദാര്യമാണ് അല്ലേ? അള്ളാഹു തആല ഇന്നെ അഷ്കുറു ലിയബ്ലുവനി അഷ്കുറു അം അക്ഫർ. അള്ളാഹു സുബ്ഹാനഹു വതആല ഞാൻ ശുക്ർ ചെയ്യുന്നുണ്ടോ അതല്ല ഞാൻ നന്ദികേട് കാണിക്കുന്നുണ്ടോ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രാജാധിപത്യവും ഈ സമ്പത്തും എനിക്ക് നൽകിയത്. അപ്പൊ രണ്ടും സമ്പത്തിന്റെ ഫിലോസഫിയാണ് അല്ലേ? ചില ആളുകളുടെ കയ്യിൽ അത് കിട്ടുമ്പോൾ അതെന്താവും? അഹങ്കാരത്തിന്റെ ഇതാവും. അഹങ്കാരത്തോടു കൂടി ഭൂമിയിൽ നടക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല കാറൂനെ നശിപ്പിച്ചെന്താ? അഹങ്കാരത്തോടു കൂടി നടന്ന ആ വീടും ആ ഭൂമിയിൽ തന്നെ എന്ത് ചെയ്തു? അതേ കാല് വെച്ചിട്ട് അള്ളാഹു തആല അവിടെ തന്നെ കാറൂനിന് എന്ത് ചെയ്യാണ്? ശിക്ഷ കൊടുക്കാൻ, ഭൂമിയിലേക്ക് ആ വീടോട് കൂടി താഴ്ത്തിക്കളയാൻ. എന്നാ സുലൈമാൻ നബി അലൈഹി സ്വലാമിന് നോക്കുങ്ങൾ അതെന്തായി? സ്വർഗത്തിലേക്കുള്ള ഒരു മാർഗമാക്കി അള്ളാഹു സുബ്ഹാനഹു വതആല പിന്നെ മാറ്റിയെടുക്കാൻ. അപ്പൊ അതാണ് സമ്പത്തിന്റെ മറ്റൊരു ഇത് എന്ന് പറയുന്നത്. കൊടുത്തോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ഹദീസിൽ കാണാം, തഇസ അബ്ദുദ് ദീനാർ വ അബ്ദുദ് ദിർഹം. ഒരിക്കലും നശിക്കട്ടെ, ആർക്ക്? ദീനാറിന്റെ അടിമ നശിക്കട്ടെ. അപ്പൊ ദീനാറിന്റെ അടിമ എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ ഉപയോഗിച്ചത്. അതാണ് ഈ ആയത്തിന്റെ പ്രധാന ഭാഗം. ഒരിക്കലും നമ്മൾ സമ്പത്തിന്റെ അടിമയാകാൻ പാടില്ല. ആ സമ്പത്ത് നമ്മുടെ അടിമയായി മാറണം എന്നതാണ് ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കണം. അത് മതി. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്.